വെച്ചാൽ തന്നെ അതൊരു ഭാഗ്യമാണ്. ഇത്ര കാലമായിട്ട് കണ്ണ് കാണാത്തിൽ എനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ തന്നെ പോലൊരു സുഹൃത്തില്ലെന്ന് കൂടി ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇത്ര കാലം ആരും എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ആദ്യമായിട്ട് ഒരാൾ എന്നെക്കൊണ്ട് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഏട്ടനൊരു ഷോപ്പ് വരെ പോയതാ. ഏട്ടൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഇന്ദു. ആ ഏട്ടാ, ഇത് വിഷ്ണു. നമസ്കാരം. ഹായ്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, തിരക്കുണ്ട്. ശരി, പോവാം. ആരാ അത്? ഏട്ടാ, അത് വിഷ്ണു. ഏത് വിഷ്ണു? ഇതുവരെ പറഞ്ഞു പോലും കേട്ടിട്ടില്ലല്ലോ. ഓ അതോ, അത് ഏട്ടൻ ഇവിടെ എന്നെ ഇരുത്തിയിട്ട് പോയില്ലേ. അപ്പോൾ ഈ പാർക്കിനെ കുറിച്ചെല്ലാം പറഞ്ഞു തന്നിട്ട് എന്നെ സന്തോഷിപ്പിച്ചത് അവനാ. പാർക്കോ? ഏത് പാർക്ക്? ചേട്ടൻ ഇപ്പോൾ എന്നെ ഇരുത്തിയിട്ട് പോയ പാർക്ക്. കണ്ണോട്ടൻ എന്തിനാടാ എൻ്റെ കണ്ണട? ഇതുപോലൊരു ഗ്ലാസ് വെച്ച് അഭ്യാസം കാണിച്ചിട്ടല്ലേ നിന്റെ കണ്ണി അവസ്ഥയിലായേ? പോവാം. ആ സൂക്ഷിച്ച് സ്റ്റെപ്പ് നോക്കി നോക്കി നോക്കി. ഞാനിതുവരെയായിട്ട് അറിഞ്ഞിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ടാ അവനെനിക്കിതെല്ലാം പറഞ്ഞു തന്നത്. അവൻ പറഞ്ഞു തരാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. ബാ പോവാം. അതങ്ങനല്ല എന്ന് മാറ്റി പറയാൻ എനിക്ക് തോന്നിയില്ല. കാരണം ഇതുപോലെ ഒരു സന്തോഷം അവളുടെ മുഖത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അവസാനമായി കണ്ട കാഴ്ചകൾ അതായിരുന്നു. അത് മറ്റൊരാൾക്ക് സന്തോഷം പകരുന്നുവെങ്കിൽ ഞാനും അതിൽ സന്തോഷിക്കുന്നു. നമുക്ക് എന്തുണ്ട് ഇല്ല എന്നുള്ളതിലല്ല, ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലാണ് കാര്യം എന്നന്ന് എനിക്ക് മനസ്സിലായി.